Good morning everyone. ഇന്ന് നമ്മൾ ചെറിയൊരു പെട്രോൾ സ്റ്റേഷൻ റൺ, പിന്നെ ചിലപ്പോൾ വണ്ടി ഒന്ന് കഴുകും, പെട്രോൾ അടിക്കണം. കാരണം വണ്ടി റിസർവിൽ ഏറ്റവും താഴെ എവിടെയാണോ അവിടെയാണ് കിടപ്പുള്ളത്. സോ ലെറ്റ്സ് ഗെറ്റ് റെഡി. അത് കഴിഞ്ഞ് നമുക്ക് നേരാണ്. റൈഡിംഗ് ബൂട്ട് ഒന്നും ഇടുന്നില്ല നമ്മൾ. സൂപ്പർ. ഇത് ഞാൻ ഒരു എന്തോ ഡിസ്കൗണ്ട് സൈറ്റിൽ എങ്ങനെ വാങ്ങിയത്, കുറേ കാലം പിന്നെ ഒരു 3-4 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും ഇത് വാങ്ങിയിട്ട്. പക്ഷെ ഇറ്റ്സ് ടു ഗുഡ്. ഇതുവരെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. ഐ ആം സ്റ്റിൽ യൂസിങ് ഇറ്റ്. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റ്, ഇന്ന് സൺഡേ ആണ്, സൺഡേ രാവിലെ എണീറ്റ് നിങ്ങൾ എൻ്റെ സൗണ്ട് ശ്രദ്ധിച്ചെന്ന് അറിയില്ല, ഒരാഴ്ചയായിട്ട് നമ്മുടെ പുതിയ ഫ്ലൂ എന്തോ വൈറസ് ഉണ്ടെന്ന് പറഞ്ഞു, അത് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ എണീറ്റ് ഇങ്ങനെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട് ഇൻട്രസ്റ്റ് മൂത്ത് ഞാൻ ആലോചിച്ചു, ഓക്കെ ലെറ്റ്സ് ഡു ദിസ്. അപ്പോൾ അങ്ങനെ ഇറങ്ങാന്ന് വെച്ചു. അപ്പോൾ ലെറ്റ്സ് ഗോ. നേരെ പുറത്തിറങ്ങാം. ഒന്നും എടുക്കുന്നില്ല, ജസ്റ്റ് എൻ്റെ ബാഗും ഫോണും മാത്രം എടുക്കുക, എന്നിട്ട് നേരെ തലവിടുക. ഇതാണ് നമ്മുടെ കാറ്. പെയിന്റ് അടിച്ച് അടുത്ത മാസം കൊണ്ടുപോയി ചാരിയതാണത്. അതിനുശേഷം എവിടെയോ കൊണ്ടുപോയി ഞാൻ ഇതൊന്നും തട്ടി. അപ്പോൾ ഇതിൻ്റെ സൈഡിലുള്ള ക്ലിപ്പുകളെല്ലാം പോകുന്നുണ്ട്. പിന്നെ അത് ഫിക്സ് ചെയ്യണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് കഴിഞ്ഞ ദിവസം ഒരു ട്രാഫിക്കിൽ നിന്ന് ബാക്ക് റിവേഴ്സ് എടുത്ത് കൊടുത്തു ആർക്കോ. അപ്പോൾ ഇവിടെ ബാക്കിൽ ഏതോ പാർക്ക് ചെയ്ത വണ്ടിയുടെ സൈഡ് കൊണ്ടുപോയിട്ട് അതും തട്ടിച്ചു. അങ്ങനെ ഇതും പുറത്ത് ചാടി. ഇതെല്ലാം ശരിയാക്കാൻ ബാക്കി എടുക്കുക. എനിവേ ലെറ്റ്സ് ഗോ. നമുക്ക് ബൈക്ക് എടുക്കാം. നമുക്ക് ആദ്യം പെട്രോളിൻ്റെ അവസ്ഥ എന്താ നമുക്ക് കേൾക്കുന്നുണ്ടോ? കുറച്ച് സൗണ്ട് ഉണ്ട്. കാരണം കുഴപ്പമില്ല, പമ്പിലേക്ക് എത്തും. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ റൈഡ് ചെയ്ത സമയത്ത്, റൈഡ് കഴിഞ്ഞ് എനിക്കൊന്ന് കഴിഞ്ഞ വ്ളോഗ്, അതെ കഴിഞ്ഞ വ്ളോഗ് നമ്മൾ റൈഡ് കഴിഞ്ഞ് തിരിച്ചെത്തിയത് റിസർവിലായിരുന്നു. അതും കുറച്ച് അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് നമ്മൾ റിസർവിൽ ഓടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യത്തെ നമ്മുടെ ടാർഗറ്റ് എങ്ങനെയായാലും പെട്ടെന്ന് പമ്പിലോട്ട് എത്തുക, വണ്ടി ഫില്ല് ചെയ്യുക, അത് കഴിഞ്ഞ് അടുത്ത പമ്പിലോട്ട് പോവുക. എന്നിട്ട് അവിടെ ബിസി അല്ലെങ്കിൽ നമുക്കൊരു പ്രോപ്പർ വാഷ് കൊടുക്കണം വണ്ടി. കാരണം കുറേ കാലം ഇതുവരെ ഞാൻ തന്നെ തുടച്ചും എൻ്റെ കാറ് കഴുകുന്ന അവരെ കൊണ്ട് കഴുകിച്ചൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് ഇനി നടക്കില്ല. വണ്ടി ഒന്ന് ചൂടാവട്ടെ. എത്ര പേര് എൻ്റെ സൗണ്ട് ശ്രദ്ധിച്ചു എന്നറിയില്ല. ജലദോഷം ഫ്ലൂ എല്ലാം പിടിച്ചിരിക്കുമായിരുന്നു. അവസാനം എൻ്റെ ബ്രത്ത് വരെ, ശ്വാസം എടുക്കുന്നതിൻ്റെ വരെ പെർഫോമൻസ് കുറഞ്ഞെന്ന് തോന്നുന്നു. ഓക്കെ ലെറ്റ്സ് ഗോ. ഫോഗ് ലാമ്പ് കെട്ടാ പോകുന്നത്. എന്തിനാന്ന് ചോദിച്ചാൽ അങ്ങനെ ചോദിക്കരുത്. സൺഗ്ലാസ് എടുത്തിട്ടുണ്ട്, പേഴ്സ് എടുത്തിട്ടുണ്ട്, ക്യാഷ് കയ്യിലുണ്ട്, ബാഗിൽ ഫോണുകളുണ്ട്, സെറ്റാണ്. ഓ മാൻ, ഐ മിസ് ദിസ്. ബൈക്ക് എടുത്ത് പുറത്ത് പോകുന്നതിൻ്റെ ഒരു സുഖം വേറെ തന്നെ. ഇനി നമുക്ക് വേറൊരു കാര്യം ചെയ്യാനുള്ളത്, കഴിഞ്ഞ വ്ളോഗിൽ നമ്മൾ പറഞ്ഞ പോലെ ഇതിൻ്റെ എയർ പമ്പ്, എയർ അടിക്കുന്ന അതൊന്ന് ചേഞ്ച് ചെയ്യണം. പക്ഷേ അതൊരു ചെറിയ പ്രശ്നമുണ്ട്. കാരണം അത് ഞാൻ നമ്മുടെ മോട്ടോ ഹബ്ബ് ഉണ്ട് ഇവിടെ റാസഖൂർ, മോട്ടോ ഹബ്ബിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് അത് ടയർ ചേഞ്ച് ചെയ്യുന്നതിനെ കൂടെ ചേഞ്ച് ചെയ്യാന്നല്ല. ഇല്ലെങ്കിൽ അതിനാകെ ആ കാറ്റടിക്കുന്ന ആ ചെറിയ സാധനത്തിനാകെ 90 ദിർഹംസ് എന്ത് വരുള്ളൂ 2 സെറ്റിന്. പക്ഷെ അതിൻ്റെ ലേബർ ചാർജ് 200 ദിർഹംസ് വരും. അപ്പോൾ അതൊരു നല്ലത് അവിടെ പോയിട്ട് അവരെ കൊണ്ട് തൽക്കാലത്തേക്ക് എയർ അടിച്ച് എയർ സോർട്ട് ചെയ്യാം. ഇപ്പോൾ അല്ലെങ്കിൽ കഴിഞ്ഞ വ്ളോഗ് കണ്ടവർക്ക് ഓർമ്മ ഉണ്ടാവും, ഞാനൊരു കോർണർ, നമ്മൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു കോർണർ എടുത്ത സമയത്ത് ജസ്റ്റ് സ്ലിപ്പ് ആവുന്ന പോലെ ഒരു ഫീൽ എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. ഇന്നും എനിക്കത് കിട്ടി. എങ്ങോട്ട് പോകണം എന്നുള്ളതൊന്നും ഒരു ഐഡിയ ഇല്ല എനിക്കെന്താ. അയ്യോ സ്ലിപ്പായോ. ഒന്നുകിൽ ആ കോർണറിൽ എന്തോ സംഗതി ഉണ്ട് സ്ലിപ്പാവുന്നത്, അല്ലെങ്കിൽ എൻ്റെ എയറിൻ്റെ കാര്യമോ അല്ലെങ്കിൽ ടയറിലൊരു പ്രശ്നം വരാനും ചാൻസ് ഇല്ല. കാരണം പുതിയ ടയറാണ്, അപ്പോൾ അത് വരാൻ ചാൻസ് ഇല്ല. കുറേ കാലങ്ങൾക്ക് ശേഷം പിന്നെ നമ്മൾ വണ്ടി എടുത്തിരിക്കുന്നു. അപ്പോൾ എൻ്റെ ജലദോഷത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഫ്ലൂ പിടിച്ചു. അതൊക്കെയാണ് നമ്മുടെ ലൈഫ് അപ്ഡേറ്റ്സ്. ഫ്ലൂ പിടിച്ചു, ഒരാഴ്ചത്തോളം നല്ല കഷ്ടപ്പാടായിരുന്നു. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, പുറത്തിറങ്ങുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കാം. നമ്മളിപ്പോൾ നേരെ പോകുന്നത് പെട്രോൾ സ്റ്റേഷനിലേക്കാണ്. പെട്രോൾ സ്റ്റേഷനിൽ പോയി ആദ്യം പെട്രോൾ അടിക്കണം. കാരണം അതിന് മുന്നേ, ഇത് ഓഫ് ആവുന്നതിന് മുന്നേ പെട്രോൾ അടിക്കണം. പെട്രോൾ അടിച്ച് കഴിഞ്ഞ് നമ്മൾ വേറൊരു പെട്രോൾ സ്റ്റേഷനിൽ പോകും. കാരണം അവിടെ ഞാൻ നോർമലി വണ്ടിയൊക്കെ കഴുകാറ്. അപ്പോൾ അവിടെ ചെന്ന് ഇന്ന് സൺഡേ ആയതുകൊണ്ട് ചിലപ്പോൾ അധികം തിരക്കുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവിടെ പോയിട്ട് വണ്ടി നന്നായിട്ടൊന്ന് കഴുകാം. അപ്പോൾ അത് ചെയ്യണം. പിന്നെ അവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് മോട്ടോ ഹബ്ബിലൊന്ന് വിളിച്ചു നോക്കാം. മോട്ടോ ഹബ്ബിൽ അവർ തുറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെയും കൂടെ പോയിട്ട് അവിടുന്ന് നമ്മുടെ 2 വീലിൻ്റെ 2 ടയറിൻ്റെയും എയർ ചെക്ക് ചെയ്യണം. എയർ ചെക്ക് ചെയ്തിട്ട് എല്ലാം സെറ്റാണെന്ന് ഉറപ്പ് വരുത്തണം. പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. എനിക്കൊന്നും ഓയിൽ ചേഞ്ചിനൊന്നും ആയിട്ടില്ല എൻ്റെ ഓർമ്മയിൽ. ഓയിൽ ചേഞ്ചിനാവാൻ ചാൻസ് ഇല്ല. എന്തായാലും നോക്കാം. അപ്പോൾ എനിക്ക് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പമ്പാണ്. ഇതാണ് ഏറ്റവും ഈസി എനിക്ക് പോകാൻ. ഇവിടെയാണ് KFC ഉള്ളത്. കാറിൽ പോകുമ്പോഴൊരു വെല്ലുവിളി അതാണ്. ഇവിടെ വരുമ്പോൾ KFC കയറി എന്തെങ്കിലും ഒന്ന് വാങ്ങിയില്ലെങ്കിൽ ഒരു ചൊറിച്ചില്ല. അങ്ങനെ ഒരാഴ്ചയുടെ മേലായി ഇപ്പോൾ ജിമ്മിന് പോയിട്ട് അതൊന്നും നടന്നിട്ടില്ല ഈ വയ്യാതെ കാരണം. പിന്നെന്താ നമ്മുടെ ലൈഫ് അപ്ഡേറ്റ്സ്. പിന്നെ നമ്മൾ 2-3 കാര്യങ്ങൾ റണ്ണിങ്ങിലുണ്ട്. അറിയാത്തവർക്കുണ്ടെങ്കിൽ ഞാൻ മ്യൂസിഷ്യനാണ്, എൻ്റെ മെയിൻ പ്രൊഫഷൻ അതാണ്. അതിൻ്റെ കൂടെ നമ്മൾ ചെറിയ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഓപ്പൺ മൈക്ക് എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ലോഞ്ചായി. നമുക്ക് ഇവിടെ കയറ്റിയാലോ? ഇവിടെ ഇടാം. അവർ പോയി തോന്നുന്നു. ആ കാറിൻ്റെ തീർന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ ഇടാം. വണ്ടി കച്ചറ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കച്ചറ. മോർണിംഗ് ബ്രോ. ഫുൾ സൂപ്പർ. ഹിയർ ഓർ ഷുഡ് ഐ മൂവ് ദർ? അതെ ഓക്കെ. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ അങ്ങോട്ട് പറഞ്ഞു. പൊടി വെയിലത്ത്, അതായത് ഇതുവരെയൊക്കെ നമ്മൾ റൈഡ് ചെയ്ത് മൊത്തം രാത്രി ആയതുകൊണ്ട് പകൽ ഇതിൻ്റെ കോലം തട്ടി. എൻ്റെ അമ്മേ, ചെളിയോട് ചെളി, ഒരിഞ്ഞ് ചെളി, ചെച്ചളി എന്നൊക്കെ പറയില്ല, അതാണ് അവസ്ഥ. പക്ഷേ എൻ്റെ അക്കൗണ്ടിൽ ഞാൻ ക്യാഷ് ഇട്ടിട്ടില്ല. അപ്പോൾ ക്യാഷ് കൊടുക്കേണ്ടി വരും. ഞാൻ നോക്കട്ടെ, അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടെങ്കിൽ അതായിരുന്നു അത്. ഞാൻ നോക്കട്ടെ, അങ്ങനെയാണെങ്കിൽ അക്കൗണ്ടിൽ നിന്ന് പേയ്മെൻറ്റ് കൊടുക്കാം.
ഓക്കെ, ഇനി ഇവർ എണ്ണടിക്കട്ടെ. വണ്ടിയുടെ അവസ്ഥ നോക്കിയേ, ചെളി പിടിച്ച്. ഇന്ന് ഇവനെ നമ്മൾ സുന്ദരക്കുട്ടപ്പനാക്കും. കുറച്ച് നേരം വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ല. ഇന്ന് ഇത് എങ്ങനെയെങ്കിലും വാഷ് ചെയ്ത് തീർക്കണം. ഇതൊന്ന് കുട്ടപ്പനാക്കണം വണ്ടി. താങ്ക് യു. അങ്ങനെ എണ്ണടിച്ചു. ഇനി നമുക്ക് കാർ വാഷ്. നമ്മുടെ തല ഇപ്പോഴേ വേർക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ എന്താണ് അസുഖം കൂടാഞ്ഞാൽ മതി, എനിക്ക് അത്രേ ഉള്ളൂ. വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലാഞ്ഞാൽ മതി. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത സ്വീകരണ സ്ഥലത്ത് വണ്ടി വന്നിട്ട് ജെർക്ക് ചെയ്യുന്നുണ്ടോ അതോ എനിക്ക് തോന്നുന്നതാണോ? ഇങ്ങനെ തന്നെ പകലായതുകൊണ്ട് ഇപ്പോഴാണ് എല്ലാം ശ്രദ്ധിക്കുന്നത്. നോർമലി നമ്മൾ രാത്രിയല്ല റൈഡ് പോകുന്നത്. ഇപ്പോൾ സമയം 9:30 രാവിലെ. പക്ഷേ കാറ്റധികം ചൂടൊന്നും തോന്നില്ല. ഹെൽമെറ്റ് ഡെഫിനറ്റ്ലി തല വേർക്കും, കാരണം നമ്മൾ ചൂടുള്ള രാജ്യത്തല്ലേ, അതിൽ വ്യത്യാസമൊന്നും പറയാനില്ല. ഇത് എയർ എന്തായാലും നമ്മൾ ചെക്ക് ചെയ്യണം. ഇതിന് 100% ചെക്ക് ചെയ്യണം. കാരണം എനിക്കൊരു ബാലൻസ് കിട്ടുന്നില്ല വണ്ടി തിരിക്കുമ്പോൾ. എനിക്ക് തോന്നിട്ട് എയർ കുറവ് തന്നെയാണ്. അതോ കുറേ ദിവസത്തിന് ശേഷം ഓടിച്ചിട്ട് തോന്നുവാണോന്നും അറിയില്ല. 80 സ്പീഡ് ലിമിറ്റ്, 100-ൽ പോയാൽ മതി. അപ്പോൾ ഇനി നേരെ നമ്മൾ കാർ വാഷിൽ പോകുന്നു. അവിടുന്ന് വാഷ് ചെയ്യുന്നു. അവിടെ ഒരു ടയർ ഷോപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. അവരുടെ അടുത്ത് ചോദിച്ചു നോക്കാം, അവർക്ക് റൈറ്റ് ആംഗിൾ ഫില്ല് ചെയ്യുന്ന സാധനം ഉണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അവിടുന്ന് മോട്ടോ ഹബിക്ക് വിടേണ്ടി വരും. നോക്കാം. അപ്പോൾ നമുക്കിനി നേരെ സ്ട്രെയിറ്റ് ടു ദി കാർ വാഷ്. അവിടെ ചെന്നിട്ട് ബൈക്ക് വാഷ് ചെയ്യും. എന്നിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങളിലോട്ട് നീങ്ങും. ലെറ്റ്സ് ഗോ ബോയ്സ്. അപ്പോൾ അതെ നമ്മുടെ നേരെ ഫ്രണ്ടിൽ RTA പോലീസ്, ദുബായ് പോലീസിന് വേണ്ടി അടിപൊളി പൊളിച്ച്. അപ്പോൾ ഇവിടെ യൂ ടേൺ എടുക്കുമ്പോൾ നമുക്കറിയാം ഇത് ടയറിൻ്റെ പ്രശ്നമാണോ. കാരണം എനിക്ക് അവിടെ നമ്മൾ പമ്പ് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് യൂ ടേൺ എടുത്തപ്പോൾ എനിക്ക് സെയിം ഒരു പ്രോബ്ലം തോന്നി. ഒരു ബാലൻസ് ഇല്ലായ്മ. ഇവിടെ വലിയ പ്രശ്നമില്ല കേട്ടോ. എന്തായാലും എയർ ചെക്ക് ചെയ്യണം, 100% എയർ ചെക്ക് ചെയ്യണം. കാരണം എനിക്ക് ഒരുപാട് തോന്നിയിട്ടുണ്ട് എയർ കുറവാണെന്നുള്ളത്. അപ്പോൾ അതെന്തായാലും നോക്കണം. അപ്പോൾ ഇതാണ് അസുഖത്തിൻ്റെ പ്രശ്നം. അപ്പോൾ നേരെ ചെന്ന് നമുക്കത് നോക്കാം. നേരെ ചെന്ന് കാർ വാഷ് ചെക്ക് ചെയ്യുന്നു. എയർ ചെക്ക് അവിടെ തന്നെ എയർ ചെക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ആ പരിപാടി അവിടെ അങ്ങ് തീരും. ഇല്ലെങ്കിൽ പിന്നെയും അടുത്ത സ്വീകരണ സ്ഥലത്തോട്ട് നീങ്ങേണ്ടി വരും. മോട്ടോ ഹബ് ഒന്ന് സൺഡേ അതുകൊണ്ടൊന്നും ഓപ്പൺ ആണോ എന്നുള്ളതും അറിയില്ല. അപ്പോൾ അതെല്ലാം ഒരു എന്താ പറയുക, ഒരു പാരാമീറ്ററാണ്. പോലീസ് ഇങ്ങോട്ട് തന്നെ. അയ്യോ, നമുക്കെന്തായാലും ഫൈനൊക്കെ ഉണ്ട്. വേറെ പ്രോബ്ലം ഒന്നുമില്ല, എല്ലാം വാലിഡാണ്. അപ്പോൾ പ്രശ്നമൊന്നുമില്ല. റിന്യൂവലൊന്നും നമ്മൾ ക്രോസ് ചെയ്തിട്ടില്ല, വലിയ കുഴപ്പമില്ല. ട്രാഫിക് ഇൻസിഡൻസ് മാനേജ്മെൻറ്റ് യൂണിറ്റാണിത് ദുബായ് പോലീസിൻ്റെ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമുക്ക് ദുബായ് പോലീസൊക്കെ ആകാൻ പറ്റുന്നത് എന്ത് സ്റ്റൈലൻ ജോബല്ലേ. വണ്ടിയൊക്കെ എടുത്ത് ഇടയ്ക്കൊക്കെ എന്താ പറയുക, ഫുട്പാത്തിന് മേലെ കൂടെ ഒക്കെ കയറ്റി ഓടിക്കാൻ പറ്റുമെങ്കിൽ. അയ്യോ, നല്ല ക്യൂ ഉണ്ട്. 1, 2, 3. എനിക്ക് തോന്നുന്നു വരിയിൽ നിൽക്കാം, കുഴപ്പമില്ല, വരിയിൽ നിൽക്കാം. ഇന്ന് എന്തായാലും ഇത് വാഷ് ചെയ്തിട്ട് നമ്മൾ പോകുന്നുള്ളൂ. 3 വണ്ടി നമ്മുടെ ഫ്രണ്ടിലുണ്ട്. എനിക്ക് തോന്നുന്നു വണ്ടി ഇവിടെ ഇട്ടാൽ ഇന്ന് നടക്കുമോ. നല്ല ചൂടുണ്ട്. ഒരു കാര്യം ചെയ്യേണ്ടി വരും. ആ ഏരിയയിൽ അവിടെ ഇവിടെ ഒരു കാർ വാഷ് ഉണ്ട്. അവിടെ ഉണ്ടോയെന്ന് ചോദിച്ചു നോക്കിയാലോ. തൽക്കാലത്തേക്ക് ഒരു കാര്യം ചെയ്യും, വണ്ടി എന്തായാലും ഇവിടെ പാർക്ക് ചെയ്യാം. ഇവിടെ വൻ ക്യൂ ആണ്. നമ്മുടെ ഫ്രണ്ടിലുള്ള വണ്ടി വരെ കീഴടങ്ങിയിരിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ആ ടയർ ഷോപ്പിൽ പോയിട്ട് ഇവിടെ ചിലപ്പോൾ സമയമെടുക്കും. അത്രയും ടൈം വെയിറ്റിംഗ് നോട്ട് റെക്കമെൻഡഡ്. നമുക്ക് ഇവിടെ ചോദിച്ചു നോക്കാം, ടയറിൻ്റെ വീല് എയർ അടിക്കുന്നത് ചോദിച്ചു നോക്കാം. अस्सलाम वालेकुम, इसका एयर चेक करना है पर वो राइट एंगल वाला है ना, वो है नहीं है? अच्छा, इसमें जाएगा वो? नहीं जाएगा, ठीक है ठीक है. അപ്പോൾ നമ്മൾ എയറിൻ്റെ അത് അവിടെ നടക്കില്ലെന്ന് പറഞ്ഞു. ഇതിൻ്റെ ഇപ്പുറത്ത് അതാ ഇതിൻ്റെ ഉള്ളിലുണ്ടെന്നാണ് പറഞ്ഞത്. ഏക് ബൈക്ക് ഷോപ്പ് കഴിഞ്ഞാൽ അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. റൈറ്റ് സൈഡിലേക്ക് അല്ലാവില്ല, ഇങ്ങനെ പിടിച്ചു നോക്കാം. അതെ ഇതാണ് ബൈക്ക് ഷോപ്പ്, ഇവിടെ ഉണ്ടാവും. ചോദിച്ചോളൂ. सुनो क्या लो भाई, इसका एयर चेक करना है कि मेरा वो राइट एंगल वाला नहीं है, ये आपके पास है वो इधर? ठीक है. साधन तळणकिले सही है, चेक करना है. कितने डालते हैं ये? मैं अभी चेक करेंगे एक मिनट. तो 34 डालो उसमें. वो मूव करना पड़ेगा ना थोड़ा. और चाहिए? ये
तो ऐसे ही खड़ा रहा था। वॉशिंग कर रहे हैं आप या नहीं कर रहे? कितने प्रेशर है अभी? 36 करो। कितना है भाई? ഓക്കെ താങ്ക് യു. അപ്പോൾ ആ പരിപാടി അങ്ങ് തീർത്ത്. അപ്പോൾ പെട്രോൾ നിറച്ചു. ഇങ്ങനെ എക്സിറ്റ് ഉണ്ടോ? ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. കൊള്ളാം. ഇതൊരു വലിയ കാര്യം കേട്ടോ വിളിച്ചത്. വെരി നൈസ്. അപ്പോൾ കാർ വാഷിൻ്റെ കാര്യം തൽക്കാലത്തേക്ക് നമ്മൾ ഇന്ന് മാറ്റി വെച്ചു. കാരണം വൻ ക്യൂ ആണ്, നല്ല ചൂടുമാണ്, പിന്നെ എനിക്കും സുഖമില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ കഴിഞ്ഞെത്തുമ്പോഴേക്കും മിക്കവാറും ഇനി 2 ദിവസം കൂടെ ഞാൻ കിടപ്പിലാവും. ഇപ്പോൾ ഓൾറെഡി എനിക്ക് എന്താ പറയുക, വേർത്തിട്ട് ചില നേരത്ത് ഒരുപാട് സംസാരിച്ചിട്ടേക്ക് ബ്രത്ത് വരെ കിട്ടുന്നില്ല, ശ്വാസം വരെ പോവാ. അപ്പോൾ ഇറ്റ്സ് ബെറ്റർ നേരത്തെ തിരിച്ച് വന്ന് റെസ്റ്റ് ചെയ്യുക. എന്നിട്ട് നോക്കട്ടെ, ഈവനിങ് അങ്ങനെ ഒരു മൂഡ് വരികയാണെങ്കിൽ ഈവനിങ് പോവാം, അല്ലെങ്കിൽ വേറൊരു ദിവസം നമുക്ക് ഇറങ്ങാം. നമ്മൾ കുറേ ദിവസമായി വ്ളോഗ് ചെയ്തിട്ട്. എനിക്കറിയാം നമ്മൾ ഒരുപാട് പേര് ആണ്ടിലൊരിക്കൽ വരുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇത് തന്നെ ഇടയ്ക്ക് സുഖമില്ലാണ്ടായി. പിന്നെ അതിനുശേഷം പിന്നെ 2 ദിവസം ഞങ്ങൾ ഇറങ്ങാൻ നോക്കി. പക്ഷെ നല്ല ഹ്യൂമിഡിറ്റി, നല്ല ചൂടും. അങ്ങനെ അതല്ല, ഓരോ കാരണങ്ങൾ ക്യാൻസൽ ചെയ്ത് പോകും. പക്ഷെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യണം. നിങ്ങളുടെ മൈൻഡിൽ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ പറ. അതായത് മോട്ടോർ സൈക്കിൾ റിലേറ്റഡ് എന്ത് കണ്ടന്റുകൾ നമ്മുടെ ചാനലിൽ കൊണ്ടുവരണം. റൈഡുകൾ ഓരോ ഡെസ്റ്റിനേഷൻ വെച്ചിട്ട്, ഇപ്പോൾ ഫുജേറ എന്തെങ്കിലും സ്ഥലം കാണാൻ പോകുന്ന റൈഡ് അങ്ങനെ ചെയ്യണോ, അല്ലെങ്കിൽ വണ്ടികൾ ട്രൈ ചെയ്യുന്ന. ഞാനൊരു എന്താ പറയുക, മോട്ടോർ സൈക്കിൾ റിവ്യൂവർ അല്ല, അങ്ങനെ ഭയങ്കരമായിട്ടൊരു മോട്ടോർ സൈക്കിൾ വിവരമുള്ള ആളൊന്നുമല്ല. എനിക്ക് വണ്ടി ഓടിക്കാൻ ഇഷ്ടമാണ്, യൂസ് ചെയ്യാൻ ഇഷ്ടമാണ്, മോട്ടോർ സൈക്കിൾ കണ്ടൻറ്റ് കാണാൻ ഇഷ്ടമാണ്. റൈഡിങ് ആണ് എൻ്റെ മെയിൻ എന്താ പറയുക, മോട്ടോർ സൈക്കിൾ റിലേറ്റഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. കൂടുതൽ ഇതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് ചോദിച്ചാൽ ചിലപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ അതാണ് ഞാൻ റിവ്യൂലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ എല്ലാവരും കൂടെ എന്നെ എടുത്തിട്ട് ട്രോളും. അപ്പോൾ ആ പരിപാടിക്ക് നിൽക്കാത്തതുകൊണ്ടോ. പക്ഷേ നോർമൽ ഒരു സാധാരണ മനുഷ്യൻ്റെ, അധികം ബുദ്ധിജീവി, മോട്ടോർ സൈക്കിൾ ബുദ്ധിജീവി അല്ലാത്തൊരു മനുഷ്യൻ്റെ POVന്ന് വണ്ടികൾ യൂസ് ചെയ്യുമ്പോഴുള്ള എക്സ്പീരിയൻസ് എന്താണെന്ന് അറിയണമെങ്കിൽ അത് പറയാം. കാരണം നമുക്ക് വണ്ടികൾ ആക്സസ് ഉണ്ട്. ഇപ്പോൾ ദീപുവിൻ്റെ അടുത്ത് നമുക്ക് മൾട്ടിസ്ട്രാഡ കിട്ടും. ദീപു ഒരു ഹൈബൂസ് എടുത്തിട്ടുണ്ട്, അത് ഓടിക്കാൻ കിട്ടും. അങ്ങനെ വണ്ടികൾ നമുക്ക് ഫ്രണ്ട്സിന് വേണ്ടി ടൈഗർ, നമ്മുടെ HR ടൈഗർ എടുക്കാം. ഓരോ ദിവസം നമുക്ക് വേണമെങ്കിൽ വണ്ടികൾ ട്രൈ ചെയ്ത് നോക്കാം. അതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു നോർമൽ ഒരു മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൽ എങ്ങനെയാണ് എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ അതുണ്ടാവുള്ളൂ. കൂടുതലായിട്ട് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും ചിലപ്പോൾ പറയാനെ കൊണ്ട് പറ്റിക്കൊള്ളുന്നില്ല. ആ ഒരു രീതിക്ക് ചെയ്യാം. മോട്ടോർ സൈക്കിൾ ഗിയർ ട്രൈ ചെയ്യാം. അങ്ങനെ ആ കാര്യമായിട്ട് എനിക്ക് എൻ്റെ കയ്യിലില്ല. പിന്നെ അതുപോലെ ജാക്കറ്റും കാര്യങ്ങളും എൻ്റെ കയ്യിലുള്ള സാധനങ്ങളേ ഉള്ളൂ. പിന്നെ റിവ്യൂ ചെയ്യാൻ വേണ്ടി മാത്രം കാശ് കൊടുത്ത് വാങ്ങുമെന്ന് പറഞ്ഞാൽ അത് ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ പോസിബിൾ അല്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ മൈൻഡിൽ എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ചാനലും കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്തൊക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ട് എന്നുള്ളത് പറ. അപ്പോൾ അതിൽ എന്നെക്കൊണ്ട് പറ്റുന്നത് എന്തെല്ലാം ഉണ്ടോ നമുക്ക് അതൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കാം. റണ്ണി ന്യൂസ്. അപ്പോൾ അതെല്ലാം നമുക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാം. അപ്പോൾ അതാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇൻപുട്ടുകളൊക്കെ പറ, നമുക്ക് നോക്കാം. എൻ്റെ ഐഡിയലി എനിക്ക് ഒരു ആഴ്ചയിൽ ഒരു വീഡിയോ എങ്കിലും ഇറക്കണം എന്ന് ആഗ്രഹമുണ്ട്, എന്തെങ്കിലുമൊക്കെ ആയിട്ട്, മോട്ടോർ സൈക്കിൾ റിലേറ്റഡ് എന്തെങ്കിലുമൊക്കെ ആയിട്ട്. അപ്പോൾ അതിനി ചെയ്യാൻ പറ്റാഞ്ഞിട്ടല്ല, ചില സമയത്ത് മടി പിടിക്കും, ചില സമയത്ത് ഇതുപോലെ വയ്യാണ്ടാവും. അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് അങ്ങനെ നീണ്ടു പോവാം. പിന്നെ ഈവനിങ് എനിക്ക് റൈഡ് പോകുന്നത് വെച്ചാൽ എൻ്റെ വർക്ക് ഇപ്പോൾ ഞാൻ പെർഫോം ചെയ്യുന്ന ഈവനിങ്ങുകളാണ്. അപ്പോൾ ആ സമയം കുറേ ഒന്നും എനിക്ക് റൈഡ് പോകാനോ അല്ലെങ്കിൽ റൈഡിന് ഇറങ്ങാനോ പറ്റാറില്ല. എല്ലാ ദിവസവും പെർഫോം ചെയ്യുന്നില്ല, പക്ഷേ പെർഫോം ചെയ്യാത്ത ദിവസങ്ങൾ ഇതാണ്. കാരണം അധികം ദിവസം ഞാൻ വീട്ടിലുണ്ടാവാറില്ലല്ലോ പെർഫോമൻസ് കാരണം ഈ ഈവനിങ് സമയത്ത്. അപ്പോൾ ആ വീട്ടിലുള്ള ദിവസം എനിക്കങ്ങ് മടി പിടിച്ചിട്ടോ ഇന്ന് ഞാനത് വീട്ടിൽ നിന്ന് ആസ്വദിക്കട്ടെ എന്നുള്ളൊരു മൂഡായിരിക്കും. ഡേ ടൈം പിന്നെ അറിയാമല്ലോ, UAE-ലുള്ളവർക്ക് എല്ലാവർക്കും അറിയാലോ ഇവിടുത്തെ കാലാവസ്ഥയുടെ അവസ്ഥ. പക്ഷേ എന്നാലും നമുക്ക് ശ്രമിക്കാം എന്താണെന്നുള്ളത്. സൺഡേസ് ഞാൻ കഴിഞ്ഞ ബ്ലോഗിലും പറഞ്ഞ പോലെ നോർമലി ഞാൻ സൺഡേസ് എണീറ്റ് കഴിഞ്ഞാൽ വീട് ക്ലീൻ ചെയ്യുക, അലക്കാനുള്ളത് ഇടുക, എന്നിട്ട് ഒരു ഉച്ച ആകുമ്പോഴേക്കും ഒരു ബിരിയാണി ഓർഡർ ചെയ്ത് കഴിക്കുക, എന്നിട്ടൊന്ന് കിടന്നുറങ്ങുക, ആ ഒരു വൈബാണ്. അപ്പോൾ അതൊക്കെ ആയതുകൊണ്ടാണ് സൺഡേസിന് എനിക്ക് രാവിലെ അധികം ഇറങ്ങാൻ പറ്റുക. സാറ്റർഡേസ് രാവിലെ ഇറങ്ങിയാൽ ഇതാണ് എൻ്റെ ബാക്കി പ്ലാനുകളെല്ലാം ഡിലേ ആവും. പിന്നെ ഇപ്പോൾ സൺഡേസ് ഈവനിങ് ഓപ്പൺ മൈക്കിന് പോകും വേണം. അപ്പോൾ അതൊക്കെ ആയിട്ട് അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് നീണ്ടു പോവാം. എനിവേസ് ലെറ്റ്സ് സീ. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ മൈൻഡിലുള്ള പ്ലാനുകൾ. ഇതിൽ എത്രത്തോളം നടക്കും, എത്രത്തോളം നടത്താൻ പറ്റും എന്നുള്ളത് എനിക്ക് ചെയ്യണം. അതായത് എനിക്ക് യൂട്യൂബ് ചാനൽ കൊണ്ട് എന്തെങ്കിലും മോട്ടോർ സൈക്കിൾ റിലേറ്റ് ചെയ്യണം. ഈ മോട്ടോർ സൈക്കിൾ ലൈഫ് ഓടിക്കുന്നവർക്കും കാണുന്നവർക്കും അറിയാം. ഇതൊരു പ്രാവശ്യം നമ്മുടെ ജീവിതത്തിൽ കയറി കഴിഞ്ഞാൽ, ബൈക്കുകൾ എന്ന് പറയുന്ന ഒരു കാര്യം ഒരു പ്രാവശ്യം എവിടെയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കയറി പറ്റി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പോവില്ല. പിന്നെ എന്നാണെങ്കിലും ആ ഒരു മോട്ടോർ സൈക്കിൾ ഓടിച്ച് എൻജോയ് ചെയ്യുന്ന ഒരാൾ, ആ ഒരു രസം പിടിച്ചു കഴിഞ്ഞാൽ ആൾ കാലാകാലം വണ്ടി ഓടിക്കും. പ്രായമായാലും ആൾക്ക് വണ്ടി ഓടിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഈ ഒരു ശീലം മിക്കവാറും മാറാൻ ചാൻസ് ഇല്ല. അപ്പോൾ മോട്ടോർ സൈക്കിൾ കൂടെ ഉള്ളിടത്തോളം കാലം നമുക്ക് മോട്ടോർ സൈക്കിൾ കണ്ടന്റ് ചെയ്യാൻ പറ്റുന്നതാണ്.
അപ്പോൾ എത്ര പ്രായമായാലും ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ എൻ്റെ ഗെയിമിംഗ് ചാനൽ പോലെ ഒന്നുമല്ല. ഒരു 19 വയസ്സായിട്ട് ഞാൻ പിന്നെയും ഗെയിം കളിച്ചുകൊണ്ട് വീട്ടിൽ PC നോക്കി ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞത് ഇപ്പോൾ നടക്കുന്ന കാര്യമില്ല. പക്ഷേ ഇത് നടക്കും, മോട്ടോർ റൈഡിങ് നടക്കും. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ചിന്തകൾ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നത്, നിങ്ങളുടെ മൈൻഡിൽ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ എല്ലാം എൻ്റെ വഴി വിട്ടോ, ഇങ്ങോട്ട് പോരട്ടെ. നിങ്ങളുടെ എല്ലാ കമൻസും കാര്യങ്ങളെല്ലാം എഴുതിക്കോ, ബാക്കി നമുക്ക് നോക്കാം. ഓക്കെ. സോ വണ്ടി വാഷിംഗ് നടന്നില്ല, പക്ഷേ പെട്രോൾ നടന്നു. എയറും ചെക്ക് ചെയ്തു. എയർ കുഴപ്പമില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. 2 എയർ ഉണ്ടായിരുന്നു. ഫ്രണ്ടിൽ കുറച്ച് കുറവുണ്ടായിരുന്നു, പക്ഷേ എന്നാലും കുഴപ്പമില്ല. അപ്പോൾ എനിവേസ്, അപ്പോൾ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.